ഒട്ടും വൈകാതെ നിങ്ങളുടെ ഓണം കളറാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏറെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബിസിനസ് സംരംഭമാണ്. തീർച്ചയായും ഈ ഓണം ഞങ്ങളോടൊപ്പം നിങ്ങൾ ചേരണമെന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയും. നമസ്കാരം, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പോത്തൻകോടാണ്. അതായത് പോത്തൻകോട് രാജകുമാരിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ന് ഇവിടെ നല്ലൊരു ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. അതായത് രാജകുമാരിയുടെ ഫുട്വെയർ ഉദ്ഘാടനം നടക്കുകയാണ്. അതായത് വമ്പൻ ഒരു ഷോറൂമായിട്ട് തന്നെ ഇന്നിവിടെ വലിയൊരു ഉദ്ഘാടനം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന ലെവലിലും ആർക്കും എപ്പോൾ വേണമെങ്കിലും അവരുടെ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുട്വെയർ വാങ്ങുവാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് രാജകുമാരിയുമായിട്ട് വരാം. അപ്പം നമ്മളെന്തായാലും രാജകുമാരിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. കുട്ടികൾക്ക്, അതായത് ജനിച്ചു വീഴുന്ന കുട്ടികൾക്കുൾപ്പെടെ നല്ല അടിപൊളിയായിട്ട് അവിടം തൊട്ട് അവർ വളർന്ന് എത്തുന്നത് വരെയുള്ള എല്ലാം നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പുതിയ കളക്ഷൻസാണ് ഈ കാണുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് ഇല്ലാതാകുന്ന ഒരു ചെരുപ്പുകളോ ഒന്നും അല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് അതും നമ്മുടെ ഒരു ബഡ്ജറ്റിലാണ്. നമുക്ക് എത്രയാണോ നമ്മുടെ ബഡ്ജറ്റിൽ തന്നെയാണ് ഈ ഡിസൈൻസ് എല്ലാം, അതായത് പുതിയ ഡിസൈൻസ് ആയിട്ടുള്ള ഈ പാദരക്ഷകളെല്ലാം ഉള്ളത്. വൈകുന്നേരം പ്രശ്നം പറയും. ഈ കുട്ടികൾ നയിക്കുന്ന ഏതോ ഒരു ഭാഗ്യശാലിയാണ്. പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി ശ്രീ അനിൽകുമാർ സർ, അതോടൊപ്പം നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ശ്രീ കുനാനന്ദകുമാർ സർ, ബിസിനസ് എന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു കൈയടി നൽകിയിട്ടുണ്ട്. നമ്മുടെ നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വിൻസെന്റ് സ്പെഷ്യൽ ഇതിലൊക്കെ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പോത്തൻകോടുകാർക്ക് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത് നന്ദിയാണ്. ഒരു ചെറിയ അനുശോചനവും കൂടി പറയേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിലെന്തും കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട മുരളിയേട്ടൻ മരണപ്പെട്ടിട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മാത്രമായിരുന്നു. 28 വർഷം ഞങ്ങളോടൊപ്പം സേവനം അനുഷ്ഠിച്ച മഹാനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു ആദരവ് 1 മിനിറ്റ് മൗനമായി ഒന്ന് പ്രാർത്ഥിക്കാം. കൊടുകൂടാ ചിരിപ്പിച്ച പ്രിയങ്കരനായ എന്റെയും സുഹൃത്തു കൂടിയായ ശ്രീ കലാഭവൻ നവാസ്,
നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി ദൈവം നല്ല ഒരു യാത്രയയപ്പായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് കുടുംബത്തിന് സമാധാനവും ശാന്തിയും നൽകട്ടെ. പ്രിയമുള്ളവരെ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് 1996 കല്ലമ്പലം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഉദയം ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ പുതിയ ഷോറൂമിന്റെ 8ാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു ഫുട്വെയർ ഷോറൂമും കൂടി വിപുലമായ നിലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. രാജകുമാരി ഗ്രൂപ്പ് ഈ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർക്കോ രാജകുമാരി ഗ്രൂപ്പിനെ കുറിച്ചൊരു ആവർത്തനത്തിന്റെ ആവശ്യമില്ല. എങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ഒരു ആർട്ടിസ്റ്റാണ് ശ്രീ വിൻസി അലോഷ്യസ്. 2002 ഈ പോത്തൻകോട് വരുമ്പോൾ ഈ പോത്തൻകോടിന്റെ വികസന മുരടിപ്പ് വല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പോത്തൻകോട് ഒരു വലിയ സംരംഭവുമായി ഞങ്ങൾ വരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നെന്നല്ല, ഇവിടുത്തെ ഗവൺമെന്റുകളും കാലാകാലങ്ങളായ ബിസിനസ് സംരംഭകരുമായി ഈ പോത്തൻകോട് നിന്ന് അന്താരാഷ്ട്ര ബ്രാൻഡ് തലത്തിലുള്ള എല്ലാ ബ്രാൻഡുകളെയും ഇവിടെ കൊണ്ടുവരാൻ ഒരു പ്രേരണയായ രാജകുമാരി ഗ്രൂപ്പിന്റെ 8ാമത് വാർഷികവും പുതിയൊരു ഷോറൂമിന്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കനായ ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം ഒരു സഹോദര തുല്യനായ രാജകുമാരിയോടൊപ്പം സാധാരണക്കാരനായ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ പോലും അദ്ദേഹം നമ്മുടെ ഹൃദയവശത്തോട് ചേർന്ന് എല്ലാ വിഷയങ്ങളിലും ഉപദേശം നിർദ്ദേശം തരുന്ന ശ്രീമാൻ അനിൽകുമാർ സാർ, അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം രാജകുമാരി ഗ്രൂപ്പിന് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഇവിടെ നമ്മുടെ വാർഡ് മെമ്പർ, നിങ്ങൾക്കെല്ലാം അറിയാം, ഇവിടെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടിയായിരുന്നു നമ്മുടെ ടൗൺ വാർഡ് മെമ്പർ ആയിരിക്കുന്ന പ്രിയങ്കരയായ അനിൽകുമാരി ടീച്ചർ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ സമുന്നതനായ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ ഇന്നത്തെ ഈ സ്ഥാപനം ഏറ്റുവാങ്ങാനായിട്ട് ഇതെല്ലാം വലിയ സ്നേഹം കൊണ്ട് ഈ സ്നേഹത്തിന് കടപ്പാടിനും നന്ദിക്കും നമുക്ക് ആകെ കൊടുക്കാനുള്ളത് നന്ദിയായി പ്രാർത്ഥന മാത്രമാണ്. പ്രമുഖ ആർട്ടിസ്റ്റ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീച്ചർ, നമ്മുടെ വ്യാപാരി വ്യവസായ സെക്രട്ടറി അനിൽകുമാർ, നമ്മുടെ പോത്തൻകോട് എന്ന് പറഞ്ഞ പ്രദേശം ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ആദ്യമായി നമ്മുടെ പോത്തൻകോട് പ്രദേശത്ത് ബിസിനസ് എന്താണ്, കച്ചവടം എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു സ്ഥാപനമാണ് രാജകുമാരി. കാരണം ഇത്രയും വിപുലമായ ഒരു ഷോറൂം അന്നിവിടെ ആരംഭിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇത് ആരംഭിച്ചതെന്നാണ് ഞങ്ങളൊക്കെ അന്ന് സംശയിച്ചത്. കാരണം ഒത്തിരി എല്ലാവരുടെ സുഹൃത്തുക്കളാണ്. അന്ന് മുതലൊരു ബന്ധം എൻ്റെ പ്രിയപ്പെട്ട റാഫിക്കായിട്ട് എനിക്കുണ്ട്. കാരണം അന്ന് ഈ സ്ഥാപനം രാജകുമാരി പോത്തൻകോട്ടേക്ക് കടന്നു വരുമ്പോൾ മറ്റാരും ധൈര്യപ്പെടാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം ബിസിനസ്സിൽ ഇത്രയും വലിയൊരു ഷോറൂം പോത്തൻകോട് ആരംഭിക്കുമ്പോൾ എങ്ങനെ ബിസിനസ് നടക്കുമെന്ന് ഞങ്ങൾ പുറത്തുനിന്ന് ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പോത്തൻകോട് പ്രദേശത്ത് സ്വർണം വാങ്ങണമെങ്കിൽ ടൗണിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായും പോത്തൻകോട്ടുകാർക്ക് ഇപ്പോൾ സ്വർണം വാങ്ങാൻ ഇറങ്ങുമ്പോൾ രാജകുമാരി തൊട്ട് മുറ്റത്ത് തന്നെ ഉണ്ട്. മഴ വരുന്നതുകൊണ്ടും അല്ല, ഞാൻ ഈ നാട്ടുകാരനാണ്. ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയിട്ട് 47 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ കുറേയൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് എനിക്കും ബോധ്യമുണ്ട്. എന്തായാലും ഈ സംരംഭത്തിന് എൻ്റേതായ രീതിയിൽ ഒരുപാട് പേര് ചേർന്ന് നടത്തുന്ന ഈ പ്രസ്ഥാനത്തെ പൂർണ്ണമായ വിജയത്തിലെത്തിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആശംസിച്ചുകൊണ്ട് മഴ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, എപ്പോഴാണ് റിബൺ കട്ട് ചെയ്യുന്നത് പെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെയും എനിക്ക് മഴ വെളുപ്പിക്കാൻ ഒരു താല്പര്യമില്ല. അത് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് കടക്കാം. ഒത്തിരി സന്തോഷമുണ്ട്. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് എനിക്ക് എന്നും സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇതിൻ്റെ അങ്ങേറ്റത്തുനിന്നാണ് വരുന്നത്, മലപ്പുറത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ എനിക്ക് രേഖ അവാർഡ് വാങ്ങിയതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ്. അപ്പോൾ ട്രിവാൻഡ്രം എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. ആൻഡ് രാജകുമാരി പറഞ്ഞ പോലെ ഒത്തിരി ബ്രാഞ്ചസ്, അതുപോലെ എൻജോയ്സ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സിൽക്ക് ആൻഡ് ഡിസൈൻസ്, അതുപോലെ ഞാൻ നോക്കിയപ്പോൾ ഗോൾഡ്,
രാജകുമാരി ഗോൾഡ്, രാജകുമാരി ഹൈപ്പർ മാർക്കറ്റിൽ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു എന്താ പറയാ, അതായത് ബ്രാൻഡ് ഇങ്ങനെ വളരെ എന്ന് പറയുന്നത് അവരുടെ നന്മ കൂടി ഉണ്ടാവും. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഐഡന്റിറ്റി, അതാണ് ആൾക്കാരിലോട്ട് എത്തിക്കേണ്ടത്. അങ്ങനെ ഒരു ഉറച്ചൊരു നിലപാടെടുക്കുന്ന രാജകുമാരിയോട് ഞാൻ താങ്ക് യു പറയാണ്. ഒത്തിരി പേര് എന്താ പറയാ, മേക്കപ്പ് ചെയ്ത് വരണം, അല്ലെങ്കിൽ ഒരുങ്ങി വരണം, എന്നാലേ ആളുകൾ കൂടുള്ളൂ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ വായോ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്ന രാജകുമാരിയോട് എന്നും ഒത്തിരി സന്തോഷവും നന്ദിയും ഞാൻ പറയാണ്. എല്ലാവരും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷമായിരിക്കും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ.
രാജകുമാരി ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിസിനസിന്റെ ലാഭത്തിന്റെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറെ ശ്രദ്ധ ഊന്നുന്ന ഒരു സ്ഥാപനമാണ്. പ്രിയപ്പെട്ട വിൻസി അലോഷ്യസ് നിങ്ങളോട് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. രാജകുമാരി ഗ്രൂപ്പിന്റെ ചെയർമാനും ഡയറക്ടർമാരും പ്രിയപ്പെട്ട ഹെർക്കുലീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ശ്രീ ലത്തീഫ് സാറ്, ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ സാറ്, വാർഡ് മെമ്പർ അനിതകുമാരി മാഡം, അവരൊക്കെ ഉണ്ട് ഈ വേളയിൽ. ഈ ഓണം കളറാക്കാനായി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ആശംസിക്കുന്നു. അപ്പം ഇന്ന് ഈ 8ാമത്തെ ആനിവേഴ്സറി രാജകുമാരി, എന്താ പറയുക, രാജകുമാരി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരും പോകുന്നവർക്കൊക്കെ കാണുന്നുണ്ട് ഈ പേര്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഒപ്പം ചേരാനൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എനിക്ക് തരുന്നത്. ഓണമാണ്. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ മനസ്സ് കൊണ്ടു നിൽക്കുന്നത് പറയും, നമ്മൾ എത്രത്തോളം ദൈവം, വാട്ട് എവർ ദറ്റ് എനർജി നമ്മൾ എത്രത്തോളം ഉയർത്തുന്നു അത്രത്തോളം നമ്മളൊരു അതിൻ്റെ ഒരു എളിമ എന്ന് പറയുന്നില്ലേ, അപ്പം അത്രയും നമ്മളെ ജീവിതത്തിലോട്ട് ഉയർത്തുമ്പോഴത്തേക്കിനും ഈ രാജകുമാരി എന്ന് പറയുന്ന ഒരു ടീം എന്ന് പറയുന്ന നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാനിപ്പോൾ കണ്ടു, അവരുടെ വീഡിയോ കണ്ടു. ഡയാലിസിസ് സെൻറ്റർ, അതുപോലെ സൗജന്യമായിട്ട് ഡയാലിസിസ് സൗകര്യങ്ങൾ കൊടുക്കുന്നു, അതുപോലെ ആംബുലൻസ് സൗകര്യങ്ങൾ, ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നു, ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുന്നു. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിൽ അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് അത്രയും സന്തോഷമാണ്. നമുക്കൊരു മാതൃകയാണ്, എല്ലാവർക്കും ഒരു മാതൃകയാണ് രാജകുമാരി. അപ്പോൾ ഒട്ടും വൈകാതെ നിങ്ങളുടെ ഓണം കളറാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സപ്പോർട്ടും എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി ഇത്രയുമൊക്കെ ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും എന്നുള്ളത് എനിക്ക് ഷുവറാണ്. സോ താങ്ക് യു. രാജകുമാരി ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബിസിനസ് സംരംഭമാണ്. അതിലുപരി ഏറ്റവും വലിയൊരു കൂട്ടായ്മയിൽ കൂടി നിന്നാൽ എന്തും ചെയ്യാൻ കഴിയുന്ന ബിസിനസ് സക്സസ്ഫുള്ളി ആണെന്ന് ആക്കി തീർക്കുന്നതിന് മാതൃകാപരമായ ഒരു സ്ഥാപനമാണ് രാജകുമാരി ഗ്രൂപ്പ്. തീർച്ചയായും ഈ ഓണം ഞങ്ങളോടൊപ്പം നിങ്ങൾ ചേരണമെന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയും ഈ ഓണാശംസകൾ അഡ്വാൻസായി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. 30 വർഷമായിട്ട് എനിക്കറിയുന്ന ഈ രാജകുമാരിയും അതിനോട് ചുറ്റിപ്പറ്റി അതിൻ്റെ സംഘാടകരും ഇൻവെസ്റ്റേഴ്സും അതിൻ്റെ ഡയറക്ടേഴ്സും എല്ലാവരുമായിട്ടും എനിക്ക് പേഴ്സണലി ബന്ധമുള്ളവരാണ്. അന്ന് മുതൽ ഇന്ന് വരെയും അവരിൽ നിന്ന് ഒരു വ്യത്യാസവും പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ അവരുടെ അപ്രോച്ചിലോ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഒരേപോലെ എന്ത് പറയുന്നോ അത് പ്രവർത്തിക്കുകയും ആ പറയുന്നത് യഥാർത്ഥത്തിൽ ആ ശരിക്കുള്ള ഇൻറ്റൻഷനിലാണ് അവർ പറയുന്നത്. ചെയ്യാൻ കഴിയുക എന്നുള്ളത് മാത്രമേ പറയുള്ളൂ, പറയുന്നത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. ആ നിലയിൽ ഒരാളോടും മോശമായി പെരുമാറിയതായിട്ട് ഒരാളും പറഞ്ഞു പോലും ഞാൻ കേട്ടിട്ടില്ല. ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യസന്ധത. അതവർ പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ഞാൻ ഈ നാട്ടിലുള്ള ആളെന്നുള്ള നിലയിൽ മറ്റാരിൽ നിന്നും അങ്ങനെ കേൾക്കാനും ഇടയായിട്ടില്ല. ഒരുപാട് പേരുടെ ഒരു പരാതി ഉണ്ടായിരുന്നു, ഒരു ഫുട്ബോൾ ഷോറൂം, അതിപ്പോൾ രാജകുമാരി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കണം ഈ 8ാം വാർഷികത്തിൽ. അതുപോലെ തന്നെ രാജകുമാരിയെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, അങ്ങനെ ഇതെല്ലാം യാഥാർത്ഥ്യമാണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് രാജകുമാരി ഗ്രൂപ്പ് ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള പല വിഷയങ്ങളും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കറിയാം. ഇന്നിവിടെ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫുട്വെയർ ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്തത്. രാജകുമാരി ഗ്രൂപ്പിൻ്റെ പുതിയ സ്ഥാപനത്തിൻ്റെ 8ാം വാർഷികമാണ്. 2002 മുതൽ രാജകുമാരി പോത്തൻകോടുണ്ട് പുതിയൊരു വിശാലമായ ഷോറൂം കൂടി തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓണം വളരെ കളറാക്കാൻ വേണ്ടി രാജകുമാരി ഗ്രൂപ്പിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും പർച്ചേസ് ചെയ്താൽ 30 പേരെ ദുബായിലേക്ക് കൊണ്ടുപോയി 10,000 ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഓണം രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം. അപ്പോൾ എന്നാലും ഈ ഓണം നമുക്ക് രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം. എന്താണെന്നല്ലേ, നമുക്കെല്ലാം പുറം രാജ്യങ്ങളിൽ പോകണമെന്നുണ്ടോ, അതുപോലെ ദുബായിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ 30 പേർക്ക് അതിനുള്ള അവസരം രാജകുമാരി ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കർച്ചീഫ് വാങ്ങിയാൽ കൂടി തന്നെ നമുക്ക് വേണ്ട ഒരുപാട് സമ്മാനങ്ങളാണ് രാജകുമാരി ഒരുക്കിയിരിക്കുന്നത്. രാജകുമാരിയിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം സജീവ് പോത്തൻകോട്.